എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ജലജയും അഭിയും അങ്ങ് നാണം കെട്ടി നിൽക്കുമായിരുന്നു. ഏതായാലും നമുക്ക് റിവ്യൂയിലേക്ക് കിടക്കാം. ആദർശ് പറയുന്നുണ്ട് നിങ്ങൾ തന്നെയാണ് അത് ചെയ്തത് എന്ന്. അന്നേരം ജലജ ചോദിക്കുന്നു, അങ്ങനെ ഉറപ്പിച്ച് പറയാൻ നിൻ്റെ കയ്യിൽ തെളിവ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. തെളിവുണ്ട് എന്ന് പറഞ്ഞ് ആദർശ് ഫോണിലുണ്ടായിരുന്ന ആ വീഡിയോ കാണിക്കുവാണ്. ആദർശ് അവിടെ പോയി ഇരുന്ന സമയത്ത് ഇവരെന്താ ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടി വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഫോൺ ഇവർ നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് വെച്ചായിരുന്നു. അപ്പോൾ അവർ ആ സ്വർണ്ണം എടുക്കുന്നതെല്ലാം അതിൻ്റെ അകത്ത് റെക്കോർഡായിട്ടുണ്ട്. അത് എല്ലാവരെയും കാണിക്കുവാണ്. ജലജയും അഭിയും ആദ്യമേ കാണിക്കും. അവരന്തം വിട്ട് നിൽക്കുവാണ്. ഇങ്ങനൊരു കാര്യം നടന്നത് അവരറിഞ്ഞില്ലായിരുന്നല്ലോ. അത് കഴിഞ്ഞ് ജാനകിയെ കാണിക്കുന്നു. ജാനകിയൊക്കെ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കുവാണ്. ആരും ഇത് പ്രതീക്ഷിക്കാത്തതായിരുന്നല്ലോ. അത് കണ്ടു കഴിയുമ്പോഴേക്കും പിന്നെ രണ്ടെണ്ണത്തിന് ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. ജാനകി ചോദിക്കുന്നുണ്ട്, എന്നാലും നിങ്ങൾ ഇങ്ങനൊരു കാര്യം ചെയ്തല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ ദേവയാനി പറയുന്നുണ്ട്, ഈ വീട്ടിൽ എന്തെങ്കിലും സാധനം ഇനി വിശ്വസിച്ച് വെക്കാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടോ? എന്ത് സംഭവിച്ചാലും അത് ചെയ്തില്ല എന്ന് മുഖത്ത് നോക്കി നോണ പറഞ്ഞോളും, അതിന് യാതൊരു ഉളുപ്പുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ജാനകിയും പറയുന്നുണ്ട്, ഇനി എന്ത് വിശ്വസിച്ചാൽ റൂമിൽ എന്തെങ്കിലും വെച്ചിട്ട് പോകണേ എന്നൊക്കെ ചോദിക്കുമ്പം അവരിങ്ങനെ നാണം കെട്ടി നിൽക്കുവാണ്. ഒന്നും പറയാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ നാണം കെട്ടി നിൽക്കുമ്പം ദേവയാനി പറയുന്നുണ്ട്, ഈ രണ്ടെണ്ണത്തിന് ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ തന്നെ ഈ വീടിന് കുറച്ച് സമാധാനം കിട്ടുമെന്ന് പറഞ്ഞിട്ട് ജലജയോട് ചോദിക്കുന്നുണ്ട്, എന്താടി നിനക്കൊന്നും പറയാനില്ലേ എന്ന്. അന്നേരം ജലജ പറയുവാണ്, കുഞ്ഞിലേ തൊട്ട് ജലജയ്ക്ക് ആ നെക്ലേസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് മുത്തശ്ശി ജലജയ്ക്ക് കൊടുക്കാം എന്ന് പറഞ്ഞിരുന്നുമാണ്, എന്നിട്ട് കൊടുത്തില്ല. അത് നേരെ ദേവയാനിക്ക് കൊടുത്തു. ദേവയാനി അത് നയനിക്കും കൊടുത്തു. അപ്പോൾ അത് ഭയങ്കര ആഗ്രഹം ആയതുകൊണ്ടാണ് അത് കട്ടെടുത്തത് എന്ന് പറയുമ്പോൾ, ഓ നിനക്ക് എന്തിനും ഒരു ന്യായമുണ്ടല്ലോ, കാരണം അത്രയും നീളമുള്ള ഒരു നാക്കാണ് നിനക്കുള്ളത്, അതുകൊണ്ട് എന്ത് പറഞ്ഞാലും പറഞ്ഞു നിൽക്കാൻ നന്നായിട്ട് അറിയാം, അതൊരു ശീലമായി പോയി എന്നൊക്കെ പറയുമ്പം നയന പറയുന്നുണ്ട്, ഇതിനു മുമ്പും നിങ്ങൾ ഇതുപോലുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അത് ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല, അതിൻ്റെയാണ് ഈ കുഴപ്പം എന്നൊക്കെ പറയുമ്പം ജലജ പറയുന്നുണ്ട്, ഒരു അബദ്ധം പറ്റിയതാണ്, ഇനി ഇങ്ങനെയൊന്നും ചെയ്യല, ഇത് അച്ഛനോടും അമ്മയോടും ഒന്നും പറയരുത് എന്ന്. അന്നേരം നയന പറയുന്നുണ്ട്, അങ്ങനെ അത് ഒളിച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല, ഇതിപ്പം അറിയേണ്ടവർ അറിയണം എന്ന് തന്നെ പറയുന്നു. അന്നേരം അഭി ഒന്നും മിണ്ടാതെ നിൽക്കുമല്ലേ. അന്നേരം ആദർശ് ചോദിക്കുക, എന്താടാ നിനക്കൊന്നും പറയാനില്ലേ എന്ന്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, എന്നെ ദുബായിൽ കുറച്ച് പേര് ജയിലാക്കാൻ വേണ്ടി ശ്രമിച്ചായിരുന്നു, അതിൻ്റെ പിന്നിൽ ഇവൻ കൂടി ഉണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് പറയുമ്പോൾ, അയ്യോ ഏട്ടാ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുവാണ്. എന്നിട്ട് നയനി ചോദിക്കുന്നുണ്ട്, ഇത്രയും നേരം ഈ സ്വർണം കട്ടില്ല എന്ന് തന്നെയല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്, എന്നിട്ട് ഇപ്പോഴോ എന്ന് ചോദിക്കും. അന്നേരം അഭി പറയുവാണ്, അത് ഞാനല്ല എടുത്തത് അമ്മയാ എന്ന്. അന്നേരം ജലജ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്, വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അന്നേരം ദേവേനി പറയുന്നുണ്ട്, ഇനി നീ കണ്ണും വീഴ്ച നോക്കി നിൽക്കുമെന്നും വേണ്ട, ആ എടുത്ത സ്വർണം പോയി എടുത്തുകൊണ്ട് വാ ഇങ്ങോട്ട് എന്ന് പറയും. അന്നേരം ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ, എന്താ അതിനി ലോക്കറിൽ കൊണ്ട് വെച്ചോ രാവിലെ തന്നെ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല റൂമിലുണ്ട് എന്ന് പറഞ്ഞാൽ അത് എടുക്കാനായിട്ട് അങ്ങ് പോവാണ്. പോയി കഴിയുമ്പം ജാനകി പറയുന്നുണ്ട്, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇനി എന്ത് ചെയ്യും, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും സാധനം നമ്മൾ എങ്ങനെ സൂക്ഷിക്കും എന്നൊക്കെ ചോദിക്കുമ്പം ആദർശ് പറയുന്നുണ്ട്, ഒരു നല്ല ലോക്കർ ഉണ്ടാക്കുന്ന കാര്യം ഞാൻ നയനയും കൂടി ഇന്ന് സംസാരിച്ചിട്ടേ ഉള്ളൂ എന്ന്. ഏതായാലും ജലജ റൂമിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് ജലജ ഓർക്കുക, ഈശ്വര എന്നൊക്കെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ഈ വീട്ടിൽ നടക്കുന്നത്, സ്വർണം കട്ടെടുത്തത് കണ്ടുപിടിച്ചത് പോട്ടെ, പക്ഷെ ആ ആദർശ് അവൻ ജയിലിലാണല്ലോ എന്ന് കരുതി സന്തോഷിച്ചിരുന്നതാ, അവൻ ഇവിടെ വന്നത് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ, എല്ലായിടത്തിനും നല്ല കഴിവ് അഭിനയിക്കാൻ, ഇതിനൊക്കെ വല്ല സിനിമയിലും കയറ്റി വരണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. എന്നിട്ട് വിഷമിച്ച് ആ സ്വർണ്ണം എടുത്തുകൊണ്ട് വരും. എന്നിട്ട് ഓർക്കുക, ഈശ്വര ഇതെൻ്റെ കൈവിട്ട് പോവുകയാണല്ലോ എന്നൊക്കെ ഓർത്ത് വിഷമിക്കുന്നു. പിന്നെ അതെടുത്തുകൊണ്ട് വരുന്നു. താഴോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ്. അന്നേരം ദേവേനി പറയുന്നുണ്ട്, അതും പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കേണ്ട, അത് മോളുടെ കയ്യിലോട്ട് കൊടുക്കുക എന്ന് പറയും. അങ്ങനെ സ്വർണം നയനയുടെ കയ്യിലോട്ട് കൊടുക്കുവാണ്. കൊടുത്തു കഴിയുമ്പം ദേവേനി ചോദിക്കുന്നുണ്ട്, എന്തേ നിന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന നിൻ്റെ മരുമകൾ എന്തേ, അവളെ കണ്ടില്ലല്ലോ എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട്, അതിന് ചേച്ചി ഇത് അറിയിച്ചിട്ടും കാര്യമൊന്നുമില്ല, അറിയിച്ചാലും ഇവരുടെ ഒപ്പം നിൽക്കത്തേ ഉള്ളൂ, പിന്നെ വേറെ ചില കാര്യങ്ങൾ ഞാൻ പറയേണ്ട രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി തിരിയും, അങ്ങനെ ചെയ്യിക്കാതിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം എന്നൊക്കെ പറയുന്നെങ്കിൽ അഭിക്ക് ആകെ ടെൻഷൻ ആകുന്നുണ്ട്. എന്നിട്ട് നയന പറയുന്നുണ്ട്, ഇവർ ഈ തെറ്റ് ഇതിനു മുമ്പും ആവർത്തിച്ചിട്ടുണ്ട്, അതിനും എൻ്റെ ഈ തെളിവുണ്ട്, എന്തേ കാണിക്കണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ജലജ ഒന്നും ഇടാതെ ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുവാണേ. എന്നിട്ട് ദേവയാനിക്കും ജാനകിക്കും ആ കാര്യം അറിയത്തില്ല, ആദർശനെ അറിയത്തുള്ളൂ. അതുകൊണ്ട് പറയുവാണ്, പണ്ട് എൻ്റെ അമ്മയോ ഈ വീട്ടിൽ വന്ന് നിന്ന സമയത്ത് അമ്മ സ്വർണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് കുറേ പ്രശ്നങ്ങളുണ്ടായില്ലേ, ആ സ്വർണവും മോഷ്ടിച്ചത് അപ്പച്ചി തന്നെയായിരുന്നു. എന്നിട്ട് അപ്പച്ചിയാണ് അത് അമ്മയുടെ ബാഗിൽ കൊണ്ടുവച്ചത്. ആ സംഭവം ചേച്ചിക്കും അറിയാം, ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് അന്ന് ആ ചെയ്തതെല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചത്, എൻ്റെ ഫോണിൽ അത് ഇപ്പോഴും കിടപ്പുണ്ട് എന്നൊക്കെ ഇങ്ങനെ നയന പറയുവാണ്. അപ്പം ഇങ്ങനെ പറയുമ്പം അങ്ങനെ അന്തം വിട്ട് നിൽക്കട്ടെ ജാനകി ഇത്ര നാൾ ഇവരുടെ
കൂടെ നിന്നാണല്ലോ. അതുകൊണ്ട് തന്നെ ജാനകി ഈശ്വരൻ എന്തൊക്കെയാണ് ഈ വീട്ടിൽ നടക്കുന്നത് എന്ന് ചോദിക്കുക. അപ്പോഴത്തേക്കും മുത്തശ്ശൻ അവിടെ നിന്ന് ഇറങ്ങി വരുന്നു. മുത്തശ്ശൻ ഇത് കേട്ടു കേട്ടോ. മുത്തശ്ശൻ ഇറങ്ങി വന്നിട്ട് നയനയോട് പറയുവാണ്, മോളിപ്പം പ്രഗ്നൻ്റ് ആയി പോയി, അല്ലെങ്കിൽ ഞാൻ മോളുടെ കരണം തീർത്തൊരെണ്ണം തന്നേനെ, അതുപോലെ ഇവനിട്ടും ഒരെണ്ണം കൊടുത്തേനെ എന്ന് പറയുവാണ് ആദർശനോട്. എന്നിട്ട് ആദർശനോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാടാ അങ്ങനെ ഒരു സംഭവം ഈ വീട്ടിൽ നടന്നിട്ട് നീ എന്നെ അറിയിക്കാണ്ടിരുന്നത്? ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പം അറിയിക്കേണ്ടവരെ അറിയിക്കണം എന്ന് നിനക്കറിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം ആദർശ് പറയുന്നുണ്ട്, വീടിനകത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് കരുതിയാണ് ഞാനത് ആരോടും പറയാതിരുന്നത് എന്ന്. എന്നിട്ട് അഭിയോടും ജലജയോടുമായിട്ട് ചോദിക്കുന്നുണ്ട്, ഇവിടെ എന്താ സംഭവം നടന്നത്? ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പല തവണ പറഞ്ഞിട്ടും എത്ര തവണയാണ് നിങ്ങളിത് ആവർത്തിച്ചത്? നീ എത്രാമത്തെ തെറ്റാ ചെയ്യുന്നതെന്ന് നിനക്ക് അറിയാവോ എന്നൊക്കെ അഭിയോടും ചോദിക്കുന്നുണ്ട്. അന്നേരം ദേവേനി പറയുന്നുണ്ട്, അച്ഛൻ അറിയേണ്ട കാര്യം തന്നെയാണ്, ഇപ്പം ഇവിടെ നടന്ന സംഭവം അച്ഛൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ പറയുവാണ്. ഇന്നലെ രാത്രി നയനമോൾക്ക് വയറുവേദന വന്ന് വയ്യാതെ വന്നപ്പം ഞാനും ജയേട്ടനും കൂടി നയനമോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ സമയത്ത് ഇവർ രണ്ടുപേരും കൂടി ഇവരുടെ നയനയുടെ ആദർശിൻ്റെ റൂമിൽ കയറി അവിടുന്ന് നമുക്ക് പാരമ്പര്യമായിട്ട് കൈമാറി വന്ന ആ നെക്ലേസ് ഇവരെ അടിച്ചു മാറ്റി. എന്നിട്ട് ഇപ്പം അത് കണ്ടുപിടിക്കുമായിരുന്നു. ആദർശ് റൂമിലുണ്ടായിരുന്നുകൊണ്ട് ആദർശ് അതെല്ലാം റെക്കോർഡ് ചെയ്ത് ഫോണിൽ വെച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും മുത്തശ്ശന് നല്ല ദേഷ്യം വരുന്നുണ്ട്. മുത്തശ്ശൻ അബിയോട് പറയും, നീ ഇങ്ങോട്ട് മാറി നിൽക്കടാ എന്ന്. എന്നിട്ട് ഇതെന്നതാടാ ഈ കേൾക്കുന്നത് എന്ന് ചോദിക്കുമ്പം ഒരബദ്ധം പറ്റിപ്പോയതാ, ഇനി ഞാനത് ആവർത്തിക്കില്ല എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശൻ അബിയുടെ കരണം തീർത്തൊരെണ്ണം കൊടുക്കും. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇവളെ തല്ലി വളർത്താത്തതിൻ്റെ ഒരുപാട് കുറവുകൾ അവൾക്കുണ്ട്, അതുകൊണ്ട് ഇനി അവളെ തല്ലിയിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ നിനക്കിട്ട് തല്ലിയത്. നിന്നെ ഞാൻ തല്ലിയത് നീ സ്വർണം കട്ടെടുക്കാൻ കൂട്ടുനിന്നുകൊണ്ട് മാത്രമല്ല, ഇനി ഇത് ആവർത്തിക്കില്ല എന്നൊരു വലിയ നുണ നീ എന്നോട് പറഞ്ഞു. ഇത് എപ്പോഴും നീ പറയുന്നതാണല്ലോ, എന്നിട്ട് നീ അത് പ്രാവർത്തികമാക്കാറുമില്ല, അതുകൊണ്ടാണ് നിൻ്റെ കരണം തീർത്തൊരെണ്ണം തന്നത് എന്ന് പറയും. അന്തേക്കും ദേവേനി പറയുന്നുണ്ട്, ഇതിന് കാരണമായിട്ട് അവൾ പറഞ്ഞത് അമ്മ ആ സ്വർണ്ണമാല അവൾക്ക് കൊടുക്കാമെന്ന് ചെറുപ്പത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവൾ എടുത്തതെന്നാണ് പറഞ്ഞതെന്ന് പറയും. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു കാണും, അങ്ങനെ പറഞ്ഞത് സ്വന്തം മകളായി കണ്ടതുകൊണ്ടാണ്, പക്ഷേ വളർന്നു വന്നപ്പോൾ അവളുടെ സ്വഭാവം ശരിയല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അത് ദേവയാനിക്ക് തന്നതും അത് ദേവയാനി ഇപ്പോൾ അർഹതയുള്ള നയനമോൾക്ക് കൊടുത്തതും. അതിന് പകരമായിട്ട് അത് അടിച്ചു മാറ്റുക, മോഷ്ടിക്കുകയല്ല ചെയ്യേണ്ടത് എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ എല്ലാവരോടുമായിട്ട് പറയുവാണ്, പല പ്രാവശ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് ഇവൻ ഇത് ഇങ്ങനെ ആവർത്തിക്കുവാണെങ്കിൽ ഇനി ഒരു കാര്യം ചെയ്തേക്കാം ആദർശേ, മൂർത്തി ജ്വല്ലറിയിൽ ഒരു ഷെയർ ഉണ്ട് ഇവനും ഇവൾക്കും, ഇനി ഈ രീതിയിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത് എങ്കിൽ അതങ്ങ് കട്ട് ചെയ്തേരെ എന്ന് പറയുമ്പോഴേക്കും രണ്ടെണ്ണത്തിനും ഭയങ്കര വിഷമാവുകയെ അച്ഛ എന്നിങ്ങനെ ഭയങ്കര വിഷമത്തോടെ ഇങ്ങനെ വിളിക്കുവാണ് ജലജ. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, മുന്നോട്ട് ഇങ്ങനെയാണ് ജീവിക്കുന്നതെങ്കിൽ അത് ഞാൻ ചെയ്യും, അങ്ങനെ ചെയ്യാതിരിക്കണമെങ്കിൽ നിൻ്റെയൊക്കെ സ്വഭാവം നീ നന്നാക്കിക്കോ എന്ന് പറഞ്ഞ് അബിയെ പിടിച്ചൊരു തള്ളും കൊടുത്തിട്ട് മുത്തശ്ശൻ അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും ദേവേനി പറയുന്നുണ്ട്, കേട്ടല്ലോ അച്ഛൻ പറഞ്ഞത്, അതുകൊണ്ട് ഇനിയെങ്കിലും നീയൊക്കെ നന്നാവാൻ നോക്കുക എന്ന് പറയുന്നു. അതുപോലെ നയനയും പറയുന്നുണ്ട്, മുത്തശ്ശൻ പറഞ്ഞല്ലോ ഇനി നിങ്ങളുടെ ഷെയർ കൂടി എടുത്ത് കളയുമെന്ന്, അതുകൊണ്ട് മര്യാദയ്ക്ക് അനുസരിച്ച് മുന്നോട്ട് പോകുന്നതാണ് നല്ലത് എന്ന് നയന പറയുമ്പം ദേവേനി പറയുന്നുണ്ട്, നവ്യനെ അടക്കി നിർത്തണമെന്ന് പലതവണ പറഞ്ഞിട്ട് നിങ്ങളത് ചെയ്തിട്ടില്ല, വെറുതെ നവ്യനെ ചൊടിപ്പിച്ച് ഇനിയും പ്രശ്നങ്ങൾ ഈ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പുറത്താകുന്നത് നിങ്ങൾ തന്നെയായിരിക്കും, അതൊന്നും മനസ്സിൽ ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. ഇപ്പം അച്ഛൻ പറഞ്ഞത് കേട്ടല്ലോ, മൂർത്തി ജ്വല്ലറി നിങ്ങൾക്കുള്ള ഷെയർ പോലും എടുത്ത് കളയും എന്നൊക്കെ പറയുമ്പോഴേക്കും ആകെ വിഷമമാവുന്നുണ്ട് അബിക്കും ജലജയ്ക്കും. ഏതായാലും അവിടുന്ന് കയറി പോരുന്ന അബി നേരെ ആ ദുബായിലുള്ള ആളെ വിളിക്കുവാണ്. അന്നേരം അങ്ങേര് പറയുന്നുണ്ട്, അതേ അബി, ഞാൻ ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ശരിക്കും നിൻ്റെ മുത്തശ്ശൻ മൂർത്തിക്ക് ഈ ദുബായിലുള്ള ഹോൾഡ് എത്രത്തോളം ഉണ്ട് എന്ന്, അതുകൊണ്ട് ആദർശ് രക്ഷപ്പെട്ടു, അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട, നിനക്ക് സങ്കടമായി കാണും എന്ന് എനിക്കറിയാം, ഇപ്പോൾ ഉണ്ടായ പരാജയം അങ്ങ് മറന്നേരെ, നിനക്കും നിൻ്റെ അമ്മയ്ക്കും അവിടെ ഒരുപാട് പ്രതികരിക്കാനൊന്നും സാധിക്കില്ല എന്ന് എനിക്കറിയാം, പക്ഷെ നിൻ്റെ ഭാര്യയ്ക്ക് അങ്ങനെയല്ല, നവ്യയ്ക്ക്, അവളെ ഞങ്ങൾ AN ജ്വല്ലറിയിലെ മോഡലായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്, ഇനി അവളായിരിക്കും ഞങ്ങളുടെ ജ്വല്ലറിയുടെ ഒരു മുഖമുദ്ര, അതിലൂടെ നമുക്ക് പ്രതികാരം ചെയ്യാൻ സാധിക്കും. ഇവിടെ ദുബായിൽ ഇപ്പോൾ ഞങ്ങളാണ് ഒന്നാമത്, അതുപോലെ നാട്ടിലും ആ ഒരു അവസ്ഥ വരും, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജ്വല്ലറിയിൽ ഒരു നല്ല പോസ്റ്റ് നിനക്ക് ഞങ്ങൾ തന്നിരിക്കും, അത് നിനക്ക് ഞങ്ങൾ ഒഴിച്ചിട്ടിട്ടുണ്ട്, അതുപോലെ അവിടെ നിന്നെ ജ്വല്ലറിയിൽ നിന്ന് ഇറക്കി വിട്ടവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല തിരിച്ചടിയാണിത്. പിന്നെ അവിടെ പ്രതികരിക്കുന്ന സമയത്ത് നവ്യേനെയോ അല്ലെങ്കിൽ നിങ്ങളെയോ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളങ്ങ് ഇറങ്ങി പോരെ, നിങ്ങൾക്ക് ഒരു തട്ടുകേടും സംഭവിക്കാതെ ഞങ്ങൾ നോക്കിക്കോളാം, അത്രയൊക്കെ പോരെ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അത് മതി എന്ന് അബി പറയുന്നുണ്ട്. എങ്കിൽ ഇപ്പോഴത്തെ ആ വീഴ്ച മറന്നേരെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോം വയ്ക്കുക.
ഫോൺ വെച്ച് കഴിയുമ്പോഴത്തേക്കും അഭി നേരെ റൂമിലേക്ക് വരുവാണ്. അന്നേരം നവ്യ ചെവിയിൽ ഇയർഫോണൊക്കെ വെച്ച് പാട്ട് കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ടാട്ടോ താഴെ നടന്ന സംഭവങ്ങളൊന്നും ആശാത്തെ അറിയാതിരുന്നത്. ഏതായാലും അടുത്ത് വന്ന് ഒരു അടി കിട്ടിയതിൻ്റെ ഒരു വിഷമമുണ്ടല്ലോ, അവിടെ വന്ന് അഭി ഇരിക്കുവാണ്. അന്നേരം നവ്യയ്ക്ക് എന്താടാ നിനക്കൊരു ക്ഷീണം പോലെ, ഒരു തളർച്ച പോലെ, എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ പിന്നെ തളരാതെ താഴെ നടന്ന സംഭവങ്ങളൊക്കെ നീ അറിഞ്ഞോ എന്ന് ചോദിക്കും. അന്നേരം എന്താ താഴെ നടന്നത് എന്ന് ചോദിക്കുമ്പം അഭി മോഷ്ടിച്ച കാര്യമൊന്നും പറയുന്നില്ല കേട്ടോ. ആശാൻ പറയുവാണ്, അതെ ആ ആദർശ് അവൻ തിരിച്ചു വന്നു, അവൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, വന്നിട്ട് 2 ദിവസമായി, എന്നിട്ടാണ് നമ്മുടെ മുമ്പിൽ എല്ലാവരും കൂടി അഭിനയിച്ചത്, നമ്മുടെ സന്തോഷം കണ്ട് അവർ മനസ്സിൽ ചിരിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നതേക്കും നവ്യയ്ക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ. ഇത് എന്നതാടാ ഈ പറയുന്നത്? ഇത് കേട്ടിട്ട് എനിക്കും ആകെ തളർച്ച വരുവാണ്. ആ മനുഷ്യൻ്റെ മുഖം ഇനി കുറച്ച് നാളത്തേക്ക് കാണേണ്ടി വരില്ലല്ലോ എന്ന് കരുതി സന്തോഷിച്ചിരിക്കുമായിരുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടേ? ഇതിനെ പ്രതികാരം ചെയ്യാൻ വേണ്ടി നീ എന്ത് ചെയ്യാൻ പറഞ്ഞാലും ഞാൻ കേട്ടോളാം എന്ന് നവ്യ പറയുക. അന്നേരം അഭി പറയുന്നുണ്ട്, നീ വേറെ ഒന്നും ചെയ്യണ്ട, നീ AN ജ്വല്ലറിയുടെ മോഡലായിട്ട് പോയാൽ മതി, അത് തന്നെ ഈ വീട്ടിലുള്ളവർക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ദുബായിൽ AN ജ്വല്ലറിയാണ് ഇപ്പം 1ാം സ്ഥാനത്ത്, നാട്ടിലും അങ്ങനെയാകും, അങ്ങനെ മൂർത്തി ജ്വല്ലറി നശിക്കും, അതാണ് എനിക്ക് വേണ്ടത് എന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട്, എൻ്റെയും ആഗ്രഹം അതൊക്കെ തന്നെയാണ്, അതിനുവേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും, ഇനി അങ്ങോട്ട് എൻ്റെ ലക്ഷ്യവും എൻ്റെ ആഗ്രഹവും ഒക്കെ അത് തന്നെയാണ് എന്നൊക്കെ നവ്യ പറയുന്നുണ്ട്. അപ്പം നവ്യനെ കുറച്ച് ചൂട് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അഭി. ഏതായാലും മൂർത്തി ജ്വല്ലറിയെ തകർക്കും എന്നൊരു തീരുമാനം എടുത്ത് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന അഭിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നവ്യയ്ക്കും ആകെ വിഷമമാട്ടോ, ആദർശ് പെട്ടെന്നൊന്നും തിരിച്ചു വരില്ല എന്ന് കരുതിയതല്ലേ, അതിൻ്റെ ഒരു നല്ല വിഷമം നവ്യയുടെ മുഖത്തുണ്ട്. ഏതായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ.